Hello everyone, it's Savvy here. അപ്പോൾ ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് BPCG 171 ജനറൽ സൈക്കോളജിയിൽ ബ്ലോക്ക് 1-ലെ സെക്കൻഡ് യൂണിറ്റായ ബയോളജിക്കൽ ബേസിസ് ഓഫ് ബിഹേവിയർ. Can we control all of our behavior, or are there some behavior for which we have no control? You would be amazed to know that many of our behavior are hardwired in our brain and we have very little control over it. In this unit, we will discuss those biological structures that play a vital role in influencing our behavior. As a student of psychology and future psychologist, you should be aware of all important links between our biological structure and behaviors. This unit on biological basis of behavior will provide you all overview of neurons, central nervous system and endocrine gland and their influence on our behavior. അപ്പോൾ ആദ്യം തന്നെ ഇവിടെ ഒരു ചോദ്യമാണ് കൊടുത്തിട്ടുള്ളത്. ക്യാൻ വി കൺട്രോൾ ഓൾ ഓഫ് അവർ ബിഹേവിയർ? നമുക്ക് നമ്മുടെ എല്ലാ ബിഹേവിയറും കൺട്രോൾ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത എന്തൊക്കെ ബിഹേവിയേഴ്സ് ഉണ്ട്? ഈ യൂണിറ്റ് പഠിക്കുന്നതോടുകൂടി നമുക്ക് അതിലൊരു വ്യക്തത ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട്. ഈ യൂണിറ്റിൻ്റെ മെയിൻ കണ്ടൻറ്റ് അബൌട്ട് ന്യൂറോൺസ് ആണ്. An overview of neuron, central nervous system and endocrine glands and their influence on our behavior. Next, objectives. After finishing this unit, you would be able to identify the nature and structure of neurons, understand different classifications of neurons based on structure and functions, പിന്നെ comprehend the way neuron transmit signals from one cell to another, understand the basic structure of central nervous system, understand the division of our brain, and have an in-depth understanding of the functions of different endocrine glands in our behavior. So, first topic വരുന്നത് the neurons. Neuron is the smallest unit of nervous system. ഒരു nervous systemത്തിൻ്റെ ഏറ്റവും ചെറിയ യൂണിറ്റാണ് ന്യൂറോൺ. Before proceeding to discuss the main nervous system, we must first understand neuron, its type, structure and functions. It is neuron which converts stimulation from different stimuli into electrical impulse. ന്യൂറോൺസിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് കൺവേർട്ട് സ്റ്റിമുലേഷൻ ഫ്രം ഡിഫറെൻറ്റ് സ്റ്റിമുലി ഇൻ ടു ഇലക്ട്രിക്കൽ ഇമ്പൾസ്. ബോഡിയുടെ പല പാർട്ടിൽ നിന്നും വരുന്ന സ്റ്റിമുലേഷൻസ് ഇലക്ട്രിക്കൽ ഇമ്പൾസ് ആക്കി മാറ്റലാണ് ന്യൂറോൺസിൻ്റെ മെയിൻ ഫങ്ഷൻ. അപ്പോൾ സ്ട്രക്ചറലി എ ന്യൂറോൺ ഈസ് ഡിവൈഡഡ് ഇൻ ടു 3 പാർട്സ്. ഒരു ന്യൂറോൺസ് 3 ഭാഗങ്ങളായിട്ട് പാർട്ട് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ പാർട്ട് ഡെൻഡ്രൈറ്റ്, പിന്നെ സെൽ ബോഡി, പിന്നെ ആക്സോൺ. ഇങ്ങനെയാണ് 3 പാർട്ടായിട്ട് തിരിച്ചിട്ടുള്ളത്. ഈ ഒരു സ്ട്രക്ചർ നമ്മൾ മുന്നേ പഠിക്കുന്നതാണ് ന്യൂറോൺസിൻ്റെ. ഡെൻഡ്രൈറ്റ്സും ആക്സോണും പിന്നെ സെൽ ബോഡി, അതിന് ഉള്ളിൽ വരുന്ന ന്യൂക്ലിയസ് എല്ലാം നമുക്ക് പരിചയമുള്ള വേർഡ്സാണ്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് കൊടുത്ത 3 പാർട്സാണ്. അതിൽ ആദ്യം വരുന്നത് ഡെൻഡ്രൈറ്റ്. ഡെൻഡ്രൈറ്റ് ഈസ് എ ബുഷി സ്ട്രക്ചർ. ഇവിടെ ആദ്യം കാണുന്ന പർപ്പിൾ കളറിലുള്ള ഡെൻഡ്രൈറ്റ് ഒരു ബുഷി സ്ട്രക്ചറാണ്. ഇറ്റ്സ് മെയിൻ ഫങ്ഷൻ ഈസ് ടു റിസീവ് നെർവ് ഇമ്പൾസ് ഫ്രം അതർ ന്യൂറോൺസ് ആൻഡ് സെൻഡ് ഇറ്റ് ടു സെൽ ബോഡി. മറ്റ് ന്യൂറോൺസിൽ നിന്നും വരുന്ന നെർവ് ഇമ്പൾസ് റിസീവ് ചെയ്തിട്ട് അതിനെ സെൽ ബോഡിയിലേക്ക് എത്തിക്കുക എന്നതാണ് ഡെൻഡ്രൈറ്റിൻ്റെ മെയിൻ ഫങ്ഷൻ. ദെൻ സെൽ ബോഡി. Cell body, also called soma, is second main part of neuron. It is filled with a liquid called cytoplasm and nucleus is in its center. It sends nerve impulse to another neuron through axon and keeps the nerve cell alive and healthy. അപ്പോൾ സെൽ ബോഡി
എന്ന് പറയുന്നതാണ് ദ സെക്കൻഡ് മെയിൻ പാർട്ട് ഓഫ് ന്യൂറോൺ. അതിന് സോമ എന്ന് വേറൊരു പേര് കൂടെ ഉണ്ട്. ഇറ്റ് ഈസ് ഫിൽഡ് വിത്ത് എ ലിക്വിഡ് കോൾഡ് സൈറ്റോപ്ലാസം. സൈറ്റോപ്ലാസം എന്ന് പറഞ്ഞ ഒരു ലിക്വിഡിനാൽ നിറഞ്ഞു നിൽക്കുന്നതാണ് സെൽ ബോഡി. അതിൻ്റെ സെൻറ്റർ പാർട്ടിൽ ഒരു ന്യൂക്ലിയസ് കൂടെ ഉണ്ട്. ഈ സെൽ ബോഡിയുടെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് സെൻഡ്സ് നെർവ് ഇമ്പൾസ് ടു അനദർ ന്യൂറോൺ ത്രൂ ആക്സോൺ ആൻഡ് കീപ്സ് ദ നെർവ് സെൽ അലൈവ് ആൻഡ് ഹെൽത്തി. അതായത് ആക്സോൺ വഴി നെർവ് ഇമ്പൾസിനെ മറ്റൊരു ന്യൂറോണിലേക്ക് എത്തിക്കുകയും പിന്നെ കീപ്സ് ദ നെർവ് സെൽ അലൈവ് ആൻഡ് ഹെൽത്തി, ഒരു നെർവ് സെല്ലിനെ ഹെൽത്തിയായി നിലനിർത്തുക എന്നതും കൂടെയാണ് ഒരു സെൽ ബോഡിയുടെ മെയിൻ ഫങ്ഷൻ. ദെൻ ദ തേർഡ് പാർട്ട് ഈസ് ദ ആക്സോൺ. Axon is a long structure having end buttons known as end brush. Its function to receive nerve impulse coming from cell body and send it to the end brush. അപ്പോൾ ആക്സോൺ എന്ന് പറയുന്നത് ഒരു ന്യൂറോണിലെ ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള പാർട്ടാണ്. ഈ പിക്ചറിലെ യെല്ലോ പാർട്ടാണ് ആക്സോൺ. ഇതിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് ടു റിസീവ് നെർവ് ഇമ്പൾസ് കമ്മിങ് ഫ്രം സെൽ ബോഡി ആൻഡ് സെൻഡ് ഇറ്റ് ടു ദ എൻഡ് ബ്രഷ്. നമ്മൾ നേരത്തെ സെൽ ബോഡിയുടെ ഫങ്ഷൻസ് പറഞ്ഞു. മറ്റ് ന്യൂറോൺസിൽ നിന്നും ഈ നെർവ് ഇമ്പൾസ് കളക്ട് ചെയ്ത് ആക്സോണിലേക്ക് എത്തിക്കുന്നതാണ് സെൽ ബോഡിയുടെ ഫങ്ഷൻ. അപ്പോൾ ഈ ആക്സോണിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് ഈ എത്തിയ നെർവ് ഇമ്പൾസ്, സെൽ ബോഡിയിൽ നിന്ന് എത്തിയ നെർവ് ഇമ്പൾസ് അതിൻ്റെ എൻഡ് ബ്രഷിലേക്ക് സെൻഡ് ചെയ്യാം. Then the next topic is classification and types of neurons. Neurons can be classified on basis of function and structure of neurons. First of all, classification on the basis of function of neurons. ന്യൂറോൺസിൻ്റെ ഫങ്ഷൻ്റെ അടിസ്ഥാനത്തിൽ 3 തരത്തിൽ ന്യൂറോൺസിനെ ക്ലാസിഫൈ ചെയ്യാൻ കഴിയും. ആദ്യത്തേത് സെൻസറി ന്യൂറോൺ, രണ്ടാമത്തേത് മോട്ടോർ ന്യൂറോൺ ആൻഡ് ദ തേർഡ് വൺ ഈസ് അസോസിയേഷൻ ന്യൂറോൺ. അപ്പോൾ സെൻസറി ന്യൂറോൺ എന്താണെന്ന് നോക്കാം. സെൻസറി ന്യൂറോൺസ് ആർ റെസ്പോൺസിബിൾ ഫോർ ക്യാരിങ് നെർവ് ഇമ്പൾസ് ഫ്രം സെൻസ് ഓർഗൻ ടു ദ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. സെൻസറി ന്യൂറോണിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് ക്യാരി നെർവ് ഇമ്പൾസ് ഫ്രം സെൻസ് ഓർഗൻസ്. നമ്മുടെ സെൻസ് ഓർഗൻസിൽ നിന്ന് നെർവ് ഇമ്പൾസ് ക്യാരി ചെയ്ത് ബ്രെയിനിലേക്കും സ്പൈനൽ കോഡിലേക്കും എത്തിക്കുക എന്നതാണ് സെൻസറി ന്യൂറോൺസിൻ്റെ മെയിൻ ഫങ്ഷൻ. അപ്പോൾ അത് നമുക്ക് കണക്റ്റ് ചെയ്യാൻ പറ്റും. സെൻസറി എന്ന് പറയുമ്പോൾ സെൻസ് ഓർഗൻ. ഓക്കെ, സെൻസ് ഓർഗൻസ് എന്താണെന്ന് നമുക്കറിയാം. ഐസ്, ഇയർ, നോസ്, പിന്നെ സ്കിൻ, ടങ് ഒക്കെയാണ്. സോ ദാറ്റ് ഈസ് സെൻസറി ന്യൂറോൺ. ആൻഡ് ദെൻ നെക്സ്റ്റ് വൺ ഈസ് മോട്ടോർ ന്യൂറോൺ. They are responsible to carry nerve impulse from brain and spinal cords to effector muscles so that organism makes response to stimulus. So sensory neuron നമ്മൾ പറഞ്ഞു സെൻസ് ഓർഗൻസിൽ നിന്നും ബ്രെയിനിലേക്കും സ്പൈനൽ കോഡിലേക്കും നെർവ് ഇമ്പൾസ് എത്തിക്കുന്നു. എന്നാൽ മോട്ടോർ ന്യൂറോൺ ചെയ്യുന്നത് ബ്രെയിനിൽ നിന്നും സ്പൈനൽ കോഡിൽ നിന്നും നെർവ് ഇമ്പൾസ് റിസീവ് ചെയ്ത് മസിൽസിലേക്ക് എത്തിക്കുന്നു. സോ ദാറ്റ് ഓർഗാനിസം മേക്സ് റെസ്പോൺസ് ടു സ്റ്റിമുലസ്. ഈ മോട്ടോർ ന്യൂറോൺസ് ആണ് നമ്മളെ റെസ്പോണ്ട് ചെയ്യാൻ സഹായിക്കുന്നത്. സോ ദെൻ ദ തേർഡ് വൺ ഈസ് അസോസിയേഷൻ ന്യൂറോൺ, ഓൾസോ നോൺ ആസ് ഇന്റർന്യൂറോൺസ്. These neurons are found only within the brain and spinal cord. The main function of these neurons are to receive sensory information, process it and to decide how to respond for it. അസോസിയേഷൻ ന്യൂറോണിന് ഇന്റർന്യൂറോൺസ് എന്നും കൂടെ പേരുണ്ട്. അപ്പോൾ ഈ ന്യൂറോൺസ് ബ്രെയിനിലും സ്പൈനൽ കോഡിലും മാത്രം കണ്ടുവരുന്ന ന്യൂറോൺസ് ആണ്. ഇതിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് ദീസ് ന്യൂറോൺസ് ആർ ടു റിസീവ് സെൻസറി ഇൻഫോർമേഷൻ, പ്രോസസ് ഇറ്റ് ആൻഡ് ടു ഡിസൈഡ് ഹൗ ടു റെസ്പോണ്ട് ഫോർ ഇറ്റ്. നമ്മുടെ സെൻസറി ഇൻഫോർമേഷൻസ് റിസീവ് ചെയ്ത്
അതിന് എങ്ങനെ നമ്മൾ റെസ്പോണ്ട് ചെയ്യണമെന്ന് ഡിസൈഡ് ചെയ്യുന്നത് ഈ അസോസിയേഷൻ ന്യൂറോൺസ് ആണ്. സോ ദാറ്റ് ഈസ് ദ classification of neuron based on the functions, and next one is classification on the basis of structure of neuron. സ്ട്രക്ചറിൻ്റെ ബേസിസിലും ന്യൂറോൺസിനെ ക്ലാസിഫൈ ചെയ്യുമ്പോൾ 3 ടൈപ്പ് ഓഫ് ന്യൂറോൺസ് ആണ് വരുന്നത്. ഒന്ന് യൂണിപോളാർ ന്യൂറോൺ, 2 ബൈപോളാർ ന്യൂറോൺസ്, പിന്നെ മൾട്ടിപോളാർ ന്യൂറോൺസ്. These neurons have one axon that separates from the soma and branches into 2. These neurons are involved in sensory functions. They send impulses received from the environment to the central nervous system. Unipolar neuronsന് ആക്സോണും പിന്നെ സെൽ ബോഡിയും മാത്രമേ ഉള്ളൂ, ഡെൻഡ്രൈറ്റ്സ് ഇല്ല. The neuron have one axon that separate from the soma and branches into 2. സോമയിൽ നിന്ന്, അതായത് സെൽ ബോഡിയിൽ നിന്ന് ഒരു ആക്സോൺ ഉണ്ട്, അത് ബ്രാഞ്ചസായി 2 ആയി മാറുന്നു. അതാണ് യൂണിപോളാറിൻ്റെ സ്ട്രക്ചർ. ദീസ് ന്യൂറോൺസ് ആർ ഇൻവോൾവ് ഇൻ സെൻസറി ഫങ്ഷൻ. സെൻസറി ഫങ്ഷൻസിനാണ് ഈ യൂണിപോളാർ ന്യൂറോൺസ് ഇൻവോൾവ് ചെയ്തിട്ടുള്ളത്. ദി സെൻസ് impulses received from the environment to the central nervous system. എൻവറോൺമെൻറ്റിൽ നിന്നും റിസീവ് ചെയ്തിട്ടുള്ള ഇമ്പൾസ് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലേക്ക് എത്തിക്കുക എന്നതാണ് യൂണിപോളാർ ന്യൂറോൺസിൻ്റെ മെയിൻ ഫങ്ഷൻ. ദെൻ ബൈപോളാർ ന്യൂറോൺ, they have one axon and one dendrite which separate itself into branches like a tree. The dendrites of these neurons are always placed at the opposite end of the soma. They are very few in numbers and can be found in the retina of the eye, the inner ear, and in the olfactory path. ബൈപോളാറിൻ്റെ സ്ട്രക്ചർ വരുന്നത് ഒരു ആക്സോണും ഒരു ഡെൻഡ്രൈറ്റും സെൽ ബോഡിയിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നു. ഓപ്പോസിറ്റ് സൈഡ്സ് ലൈക്ക് എ ട്രീ എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇൻറ്റു ബ്രാഞ്ചസ് ലൈക്ക് എ ട്രീ. ഒരു മരത്തിൻ്റെ ബ്രാഞ്ചസ് പോലെയാണ് ഈ ആക്സോണും ഡെൻഡ്രൈറ്റ്സും സെൽ ബോഡിയിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് നിൽക്കുന്നത്. ദി ഡെൻഡ്രൈറ്റ്സ് ഓഫ് ദീസ് ന്യൂറോൺസ് ആർ ഓൾവേസ് പ്ലേസ്ഡ് അറ്റ് ദ ഓപ്പോസിറ്റ് എൻഡ് ഓഫ് സോമ. ഡെൻഡ്രൈറ്റ്സും ആക്സോണും സെൽ ബോഡിയുടെ ഓപ്പോസിറ്റ് എൻഡിലായിരിക്കും ഉണ്ടാവുക. ഓൾസോ ദേ ആർ വെരി ഫ്യൂ ഇൻ നമ്പേഴ്സ് ആൻഡ് ക്യാൻ ബി ഫൗണ്ട് ഇൻ ദ റെറ്റിന ഓഫ് ഐ, ദ ഇന്നർ ഇയർ ആൻഡ് ദ ഓൾഫാക്ടറി പാത്ത്. ഇത് വളരെ കുറച്ച്, ഈ ബൈപോളാർ ന്യൂറോൺസ് വളരെ കുറവായിട്ടാണ് കാണപ്പെടുന്നത്. കൂടാതെ ഇത് കണ്ണിലെ റെറ്റിനയിലും പിന്നെ ഇയേഴ്സിൻ്റെ ഇന്നർ ഇയേഴ്സിലും, ഓൾഫാക്ടറി പാത്ത് എന്ന് പറയുന്നത് നമ്മുടെ നോസിൻ്റെ ഘ്രാണപാത എന്ന് പറയാം, അവിടെ ഒക്കെ ആണ് ബൈപോളാർ ന്യൂറോൺസ് മെയിനായിട്ട് കാണുന്നത്. പിന്നെ വരുന്നത് മൾട്ടിപോളാർ ന്യൂറോൺ. ഇതിൻ്റെ സ്ട്രക്ചറാണ് നമ്മൾ പൊതുവെ പഠിക്കുന്നത്. These neurons have only one axon but several dendrites. They are located in our brain and spinal cord. ഇത് നമ്മുടെ ബ്രെയിനിലും സ്പൈനൽ കോഡിലുമാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. ഒരു ആക്സോണും സെവറൽ ഡെൻഡ്രൈറ്റ്സും. Moving on to next topic, nerve impulse. You must be wondering that you were informed about cell, neurons, their types, structures and functions, but exactly how do the brain function? How it receives information and how it sends information? Answer to this question is nerve impulse. A nerve impulse is an electrical event. When a neuron is in stable or resting condition, the neurons inside has negative electrical charge and outside portion of neuron is positively charged. Whenever some stimulation takes place, it disturbs this electrical balance so that the inside becomes positive and outside gets negative. At this moment, an impulse is generated aimed at restoring this balance.
In this process, electrical disbalance runs throughout the membrane. This impulse is then transmitted to another neuron via axon. In this way, a chain of reaction occurs till it reaches the concerned part of the brain, where the meaning of this impulse is deciphered and brain sends directives of activity to the concerned part of the body. അപ്പോൾ നെർവ് ഇമ്പൾസ് എന്ന് പറയുന്നത് ഒരു വലിയ ടോപ്പിക്കാണ്. പക്ഷെ നമ്മുടെ ടെസ്റ്റിൽ അത്രയും ഡീറ്റെയിൽസ് ആയിട്ട് കൊടുത്തിട്ടില്ല. നമ്മൾ മുന്നേ പഠിച്ചതാണ് ചെറിയ ക്ലാസ്സിലൊക്കെ. ചെറിയ രീതിയിൽ ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഫസ്റ്റ് ഓഫ് ഓൾ, നെർവ് ഇമ്പൾസ് എന്ന് പറയുന്നത് ഒരു ഇലക്ട്രിക്കൽ ഇവൻ്റാണ്. നെർവ് ഇമ്പൾസ് ഈസ് എൻ ഇലക്ട്രിക്കൽ ഇവൻറ്റ്. ഇത് മെയിനായിട്ട് കാറ്റയോൺ, ആനയോൺ എന്നൊക്കെ നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ടാവും, ഓർമ്മയിൽ വരുന്നുണ്ടാവും. പോസിറ്റീവ് ചാർജുള്ള അയോൺസാണ് കാറ്റയോൺ, നെഗറ്റീവ് ചാർജുള്ള അയോൺസാണ് ആനയോൺ. അപ്പോൾ അയോൺസിൻ്റെ ഈ എക്സ്ചേഞ്ചിലൂടെയാണ് നെർവ് ഇമ്പൾസ് മുന്നോട്ടേക്ക് പാസ് ചെയ്യുന്നത്. When a neuron is in the stable or resting condition, the neuron inside has negative electrical charge and outside portion is positively charged. അതായത് ആക്സോണിൻ്റെ ഉള്ളിൽ റെസ്റ്റിംഗ് ആയിട്ടുള്ള ഈ സ്റ്റേജിൽ ഉള്ളിൽ നെഗറ്റീവും ഷെല്ലിന് പുറത്ത് പോസിറ്റീവായിട്ട് ചാർജ് ചെയ്ത അയോൺസുമാണ് ഉണ്ടാവുക. ഈ സ്റ്റേജിന് പറയുന്ന പേരാണ് പോളറൈസ്ഡ് സ്റ്റേജ്. അത് നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടൊന്നുമില്ല, എന്നാലും പോളറൈസ്ഡ് സ്റ്റേജ് എന്നാണ് ഈ റെസ്റ്റിംഗ് സ്റ്റേജിന് പറയാം. പൊതുവേ പൊട്ടാസ്യം അയൺസ് അകത്തും സോഡിയം അയൺസ് പുറത്തുമായിട്ടാണ് കാണപ്പെടുന്നത്. പൊട്ടാസ്യവും സോഡിയവും രണ്ടും പോസിറ്റീവ് ചാർജ്ഡ് അയൺസ് ആണെങ്കിൽ കൂടെ പൊട്ടാസ്യം അകത്ത് നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടാണ് കിടക്കുന്നത്. കാരണം പൊട്ടാസ്യം മാത്രമല്ല, ഒരുപാട് അയൺസിൻ്റെ മിക്സ്ചറാണ് അകത്തും പുറത്തും ഉള്ളത്. അതുകൊണ്ട് തന്നെ ഏതാണോ കൂടുതൽ അതിൻ്റെ ചാർജായിരിക്കും ഈ അകത്തും പുറത്തും കാണപ്പെടുന്നത്. ഇപ്പോൾ കൂടുതൽ പോസിറ്റീവ് ചാർജ്ഡ് അയൺസ് ആണ് പുറത്ത് കൂടുതൽ ഇൻ പോളറൈസ്ഡ് സ്റ്റേജിൽ. അപ്പോൾ അകത്ത് നെഗറ്റീവ് ചാർജ്ഡ് അയൺസ് ആയിരിക്കും കൂടുതൽ. അതുകൊണ്ട് പൊട്ടാസ്യം നെഗറ്റീവ് ആയിട്ടാണ് അകത്ത് കാണുന്നത്. ശ്രദ്ധിച്ച് കേൾക്കണം, ഇത് കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള പാർട്ടാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു പോളറൈസ്ഡ് സ്റ്റേജിൽ അകത്ത് നെഗറ്റീവും പുറത്ത് പോസിറ്റീവും ആയിട്ടാണ് കാണപ്പെടുന്നത് റെസ്റ്റിംഗ് സ്റ്റേജ്. അപ്പോൾ ഒരു ആക്ടിവിറ്റി നടക്കുകയാണ്. ഇപ്പോൾ നമ്മളെ ഒരാൾ തൊട്ടു, അതൊരു ആക്ടിവിറ്റിയാണ്. ഈ ആക്ടിവിറ്റി നടക്കുമ്പോൾ പുറത്തുള്ള സോഡിയത്തിൻ്റെ ചാനൽ തുറക്കുകയും പുറത്തുള്ള പോസിറ്റീവ് ചാർജസ് അകത്തേക്ക് കയറുകയും ചെയ്യും. അതുകൊണ്ട് പുറത്തിപ്പോൾ നെഗറ്റീവ് ചാർജായി മാറും. കാരണം അവിടെയുള്ള പോസിറ്റീവ് ചാർജൊക്കെ ഉള്ളിലേക്ക് വരികയാണ്. അപ്പോൾ പുറത്ത് നെഗറ്റീവ് ചാർജ് കൂടും, അകത്ത് പോസിറ്റീവ് ചാർജ് കൂടും. നേരെ ഓപ്പോസിറ്റായി കാര്യം. ഈ സ്റ്റേജിന് പറയുന്ന പേരാണ് ഡീപോളറൈസേഷൻ. ഈ ഡീപോളറൈസേഷനാണ് ഒരു ഇമ്പൾസിന് മുന്നോട്ട് പോകാനുള്ള, അതായത് ഈ ചാർജിൽ ഉണ്ടായ ഡിഫറൻസ്, ഈ മാറ്റത്തിൻ്റെ എനർജി കൊണ്ടാണ് ഒരു ഇമ്പൾസ് മുന്നോട്ട് നീങ്ങുന്നത്. അപ്പോൾ പുറത്തുള്ള പോസിറ്റീവ് അയൺസായ സോഡിയം കൂടെ ഉള്ളിലെത്തിയപ്പോൾ അയൺസിൻ്റെ കോൺസെൻട്രേഷൻ ഉള്ളിൽ കൂടി. ഇത് ബാലൻസ് ചെയ്യാൻ ന്യൂറോൺസ് ശ്രമിക്കും. അപ്പോൾ ഉള്ളിലുള്ള പൊട്ടാസ്യം പുറത്തേക്കെത്തണം. അതിനുവേണ്ടി പൊട്ടാസ്യത്തിൻ്റെ ചാനൽ തുറക്കുകയും ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പൊട്ടാസ്യം നീങ്ങുകയും ചെയ്യും. ഇപ്പോൾ പൊട്ടാസ്യത്തിൻ്റെ ചാർജ് പോസിറ്റീവാണല്ലോ. ഇപ്പോൾ എന്തായി? ഉള്ളിൽ സോഡിയം കയറി, ഉള്ളിൽ ഒരുപാട് നെഗറ്റീവ് ചാർജസ് ഉള്ളത് കൊണ്ട് ഉള്ളിൽ നെഗറ്റീവായി. അപ്പോൾ സോഡിയം നെഗറ്റീവായി. അതേ സ്ഥാനത്ത് പൊട്ടാസ്യം പോസിറ്റീവ് ചാർജുള്ള അയണാണ് നോർമലി. അത് പുറത്തെത്തിയപ്പോൾ പുറമേ വീണ്ടും പോസിറ്റീവും അകത്ത് നെഗറ്റീവുമായി മാറി. ഈ സ്റ്റേജിന് പറയുന്ന പേരാണ് റീപോളറൈസേഷൻ. പോളറൈസേഷനിൽ അകത്ത് നെഗറ്റീവ്
ചാർജുള്ള പൊട്ടാസ്യവും പുറത്ത് പോസിറ്റീവ് ചാർജുള്ള സോഡിയവുമാണ്. എന്നാൽ റീപോളറൈസേഷൻ സ്റ്റേജിൽ അകത്ത് നെഗറ്റീവ് ചാർജുള്ള സോഡിയവും പുറത്ത് പോസിറ്റീവ് ചാർജുള്ള പൊട്ടാസ്യവുമാണ്. നേരെ ഓപ്പോസിറ്റ്. ദാറ്റ് ഈസ് ദ ഡിഫറൻസ്. എന്നാൽ നോർമൽ സ്റ്റേജിൽ പൊട്ടാസ്യം അകത്തും സോഡിയം പുറത്തുമാണ്. ആ സ്റ്റേജിലേക്ക് എത്താൻ വേണ്ടി ന്യൂറോൺസ് വീണ്ടും ശ്രമിക്കും. എങ്കിൽ മാത്രമേ ഹയർ ടു ലോവർ ഇമ്പൾസിന് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് സെല്ലിൻ്റെ അകത്ത് പൊട്ടാസ്യം തിരിച്ചു വരും. പൊട്ടാസ്യം പമ്പ് ചെയ്ത് അകത്തേക്കും സോഡിയം പമ്പ് ചെയ്ത് പുറത്തേക്കും വിടും. കാരണം ഈ ഇലക്ട്രിക്കൽ ഇൻസ്റ്റെബിലിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ഇമ്പൾസിന് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് ഒരു നെർവ് ഇമ്പൾസ് ഉണ്ടാവുന്നത്. അങ്ങനെ ആ ടോപ്പിക്ക് കഴിഞ്ഞു. ഇനി അതിൽ വരുന്ന സെൽഫ് അസസ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ട്രൂ ഓർ ഫാൾസ് ആണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ദ നെർവ് ഇമ്പൾസ് ട്രാൻസ്മിറ്റഡ് ടു അനദർ ന്യൂറോൺ വിയ ആക്സോൺ? അതെ, നെർവ് ഇമ്പൾസ് മറ്റൊരു ന്യൂറോണിലേക്ക് എത്തുന്നത് ആക്സോൺ വഴിയാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഡസ് ദ മൾട്ടിപോളാർ ന്യൂറോൺ ഹാവ് ഓൺലി വൺ ഡെൻഡ്രൈറ്റ്? ഒരു മൾട്ടിപോളാർ ന്യൂറോണിന് ഒരു ഡെൻഡ്രൈറ്റ് അല്ല ഉള്ളത്, സെവറൽ ഡെൻഡ്രൈറ്റ്സ് ഉണ്ട്. സോ ദാറ്റ് ഈസ് നോ. തേർഡ് ക്വസ്റ്റ്യൻ, ഡസ് ദ ഡെൻഡ്രൈറ്റ് സെൻഡ് നെർവ് ഇമ്പൾസ്? നോ. അതാണ് നമ്മളിപ്പോൾ ലാസ്റ്റ് ടോപ്പിക്കിൽ പറഞ്ഞത്. സോ ഫോർത്ത് ക്വസ്റ്റ്യൻ, ഈസ് ദ ന്യൂറോൺ ദ സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് നെർവസ് സിസ്റ്റം? യെസ്, ന്യൂറോൺ ആണ് നെർവസ് സിസ്റ്റത്തിൻ്റെ ഏറ്റവും സ്മോളസ്റ്റ് യൂണിറ്റ്. ആൻഡ് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ഈസ് ദ ന്യൂറോൺ ഡിവൈഡഡ് ഇൻ ടു 3 പാർട്സ്? യാ, ന്യൂറോൺസിനെ 3 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഏതൊക്കെയായിരുന്നു? ഡെൻഡ്രൈറ്റ്, സെൽ ബോഡി ആൻഡ് ആക്സോൺ. സോ മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ടോപ്പിക്. ഇതൊരു വലിയ ടോപ്പിക്കാണ്, നെർവസ് സിസ്റ്റം. Nervous system is a complex structure. It controls all our activities and functions as a whole in an integrated manner. Given below is the flowchart of human nervous system. ഇതിൽ നമുക്ക് കാണാം നെർവസ് സിസ്റ്റത്തിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് പെരിഫറൽ നെർവസ് സിസ്റ്റം, രണ്ട് സെൻട്രൽ നെർവസ് സിസ്റ്റം. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനെ ബ്രെയിൻ, സ്പൈനൽ കോഡ് എന്നിങ്ങനെ രണ്ടായിട്ട് വീണ്ടും ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ പെരിഫറൽ നെർവസ് സിസ്റ്റത്തിനെ സൊമാറ്റിക് നെർവസ് സിസ്റ്റം എന്നും ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം എന്നും വീണ്ടും ഡിവൈഡ് ചെയ്യുന്നു. അതിൽ സൊമാറ്റിക് നെർവസ് സിസ്റ്റത്തിനെ ക്രേനിയൽ നെർവ്സ് എന്നും സ്പൈനൽ നെർവ്സ് എന്നും ഓട്ടോണോമിക് നെർവസ് സിസ്റ്റത്തിനെ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം എന്നും പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം എന്നും വീണ്ടും ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. സോ മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ടോപ്പിക്, സെൻട്രൽ നെർവസ് സിസ്റ്റം. Our central nervous system comprises of 2 parts, that is brain and spinal cord. First of all, spinal cord. It runs from cervix to the end of waist. It is filled with fluid which is covered with meninges. It has 31 divisions from which pairs of spinal nerves come out at regular intervals. It is a good conductor of nerves impulses. All the sensory information from various parts of body are received here and then sent to higher parts of the brain. All motor information from brain first enters spinal cord and then sent to different part of body for action. Besides this, the spinal cord also functions as center of reflex action. സ്പൈനൽ കോഡ് എന്ന് പറയുന്നത് സെർവിക്സ് മുതൽ വേസ്റ്റിൻ്റെ എൻഡ് വരെ നീണ്ടു നിൽക്കുന്ന ഒന്നാണ്. ഇറ്റ് ഈസ് ഫിൽഡ് വിത്ത് ഫ്ലൂയിഡ് വിച്ച് ഈസ് കവേർഡ് വിത്ത് മെനിഞ്ചസ്. ഇറ്റ് ഈസ് ഫിൽഡ് വിത്ത് ഫ്ലൂയിഡ് വിച്ച് ഈസ് കവേർഡ് വിത്ത് മെനിഞ്ചസ്. മെനിഞ്ചസ് എന്ന് പറയുന്നത് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൻ്റെ ഒരു കവറിങ് എന്ന് പറയാം.
അത് ബ്രെയിനിലും ഉണ്ട്, സ്പൈനൽ കോഡിലും ഉണ്ട്. ഇറ്റ് ഹാസ് 31 ഡിവിഷൻസ്. അത് ഡിവിഷൻ ഓഫ് സ്പൈനൽ നെർവ്സ് എന്ന് പറഞ്ഞിട്ട് നെക്സ്റ്റ് പേജിൽ കൊടുത്തിട്ടുണ്ട്. അതിനെ 5 പാർട്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. സെർവിക്കൽ, ടൊറാസിക്, ലംബാർ, സേക്രൽ ആൻഡ് കൊഹീജിയൽ. സ്പൈനൽ കോഡിനെ ഒരു മെയിൻ പാത്ത് വേ കണക്റ്റിംഗ് ടു ബ്രെയിൻ ആൻഡ് പെരിഫറൽ നെർവസ് സിസ്റ്റം എന്ന് പറയാം. ഒരു മെയിൻ പാത്ത് വേ ആണ്. അതായത് ബ്രെയിനിൽ നിന്ന് വരുന്ന എല്ലാ ഇൻഫോർമേഷൻസും സ്പൈനൽ കോഡ്സ് വഴിയാണ് ഓർഗൻസിലേക്ക് എത്തുന്നത്. അതാണ് ഇവിടെ ഇറ്റ് ഈസ് എ ഗുഡ് കണ്ടക്ടർ ഓഫ് നെർവ് ഇമ്പൾസ് എന്ന് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് ഓർമ്മയുണ്ടാവും, നേരത്തെ നമ്മൾ പഠിച്ചിരുന്നു മോട്ടോർ ന്യൂറോൺ. They are responsible to carry nerve impulse from brain and spinal cord to affected muscles so that organisms make stimulus. Actually അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. All the sensory information from various part of body are received here. ബോഡിയിൽ നിന്നുള്ള എല്ലാ പാർട്ടിലെയും ഇൻഫർമേഷൻസ് റിസീവ് ചെയ്യുന്നത് സ്പൈനൽ കോഡാണ് ആൻഡ് then send it to brain. All motor information from brain first enter to spinal cord and then send it to different parts of body for action. നമ്മുടെ ബോഡിയിൽ നിന്ന് വരുന്ന എല്ലാ ഇൻഫർമേഷൻസും സ്പൈനൽ കോഡ് വഴിയാണ് ബ്രെയിനിലേക്ക് എത്തുന്നത്. അതുപോലെ തന്നെ ബ്രെയിനിൽ നിന്നും വരുന്ന ഇൻഫർമേഷൻസ് സ്പൈനൽ കോഡ് വഴിയാണ് ഓർഗൻസിലേക്കെല്ലാം എത്തിച്ചേരുന്നത്. ദാറ്റ്സ് വൈ ഇവിടെ പറഞ്ഞത് ഗുഡ് കണ്ടക്ടർ ഓഫ് നെർവ് ഇമ്പൾസ്. Besides this, the spinal cord also function as center of reflex action. Given its importance, it also called automatic machine. അതായത് സ്പൈനൽ കോഡ് എന്ന് പറയുന്നതാണ് റിഫ്ലെക്സ് ആക്ഷൻ്റെ മെയിൻ സെൻറ്റർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ ഓട്ടോമാറ്റിക് മെഷീൻ എന്നും വിളിക്കാറുണ്ട്. Next topic is brain. Brain is located in the bony skull. Within the skull, the brain is protected by 3 layers of tissue called meninges. Outermost layer is called dura mater and innermost layer is called pia mater. Between these 2 layers is a soft membrane called arachnoid. Arachnoid is filled with CSF, cerebrospinal fluid. നമുക്കറിയാം സ്കള്ളിൻ്റെ ഉള്ളിലാണ് ബ്രെയിൻ ഇരിക്കുന്നത്. ഈ ബ്രെയിനിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് 3 ലെയേഴ്സ് ഉണ്ട്. അതിൽ ഔട്ടർമോസ്റ്റ് ലെയർ ഡുറാമാറ്റ, ഇന്നർമോസ്റ്റ് ലെയർ പിയാമാറ്റ. ഇതിൻ്റെ ഇടയിൽ വരുന്നതാണ് ഒരു സോഫ്റ്റ് മെംബ്രെയിൻ, ദാറ്റ് ഈസ് അരിക്നോയിഡ്. അരിക്നോയിഡ് CSF അതായത് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് എന്ന ഫ്ലൂയിഡ് കൊണ്ട് ഫില്ലായിട്ടാണ് ഉള്ളത്. Our brain is composed of white and grey matter. ബ്രെയിൻ മാത്രമല്ല, സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ വരുന്ന സ്പൈനൽ കോഡിലും ഇതുണ്ട്. ബ്രെയിനിൻ്റെ അകത്ത് വൈറ്റ് മാറ്ററും പുറത്ത് ഗ്രേ മാറ്ററുമാണ്. എന്നാൽ സ്പൈനൽ കോഡിൽ പുറത്താണ് വൈറ്റ് മാറ്റർ, ഉള്ളിൽ ഗ്രേ മാറ്റർ. വൈറ്റ് മാറ്ററിനെ കവർ ചെയ്തുകൊണ്ട് ഒരു ഷീത്ത് ഉണ്ട്. അതിൻ്റെ പേരാണ് മൈലിൻ ഷീത്ത്. സോ ഇനിയാണ് ബ്രെയിനിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പറയുന്നത്. ഫ്രം ദ വ്യൂ പോയിൻ്റ് ഓഫ് ഫിസിയോളജിസ്റ്റ്, ദ ബ്രെയിൻ ഈസ് ഡിവൈഡഡ് ഇൻ ടു 3 പാർട്സ്: ഫോർ ബ്രെയിൻ, മിഡ് ബ്രെയിൻ, ഹൈൻഡ് ബ്രെയിൻ. ഫിസിയോളജിസ്റ്റിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ബ്രെയിൻ 3 പാർട്സ് ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഫോർ ബ്രെയിൻ, അതിൽ തലാമസ്, ഹൈപ്പോതലാമസ് ആൻഡ് സെറിബ്രം ഉൾപ്പെടുന്നു. പിന്നെ മിഡ് ബ്രെയിൻ സിറ്റുവേറ്റഡ് ബിറ്റ്വീൻ ഫോർ ബ്രെയിൻ ആൻഡ് ഹൈൻഡ് ബ്രെയിൻ. പിന്നെ മെഡുല്ല, പോൺസ്, സെറിബെല്ലം ആൻഡ് റെറ്റിക്കുലാർ ഫോർമേഷൻ ഒക്കെ ഉൾക്കൊള്ളുന്നതാണ് ഹിൻഡ് ബ്രെയിൻ. Let us start our journey of brain from the back, that is hindbrain, because from the evolutionary point of view it is the earliest part to develop. The first and foremost structure of hindbrain is medulla.
Medulla connects higher parts of brain with spinal cord. It also includes a portion of reticular formation and is called the vital center of the brain. It is responsible for autonomic activities of respiration, heart rate, blood pressure, etc. Destruction of this part of the brain can lead to instant death of the organism. Pons. Another important part of hindbrain is located above the medulla. It contains different types of sensory and motor neurons. It receives sensory information from some part of the face and head and sensations of touch, pain and temperature. It also regulates motor activities related to facial expressions, muscular activities, eyeballs and jaw movements. Besides, it also acts as connection center between higher and lower part of brain. Cerebellum, located at the back of hindbrain, is a complex structure. Its outer structure is composed of gray matter, while inner structure is made up of white matter. In appearance, it resembles cerebral cortex. Its main function is to coordinate motor activities. Destruction of cerebellum leads to lack of coordination, as, for example, a person can walk but his gait would be disorganized. അപ്പോൾ ഇങ്ങനെ വായിച്ചു പോയാൽ നമുക്ക് മനസ്സിലാവില്ല ഒന്നും. അതുകൊണ്ട് ഞാൻ എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് മനസ്സിലാവുമെന്ന് അറിയില്ല, എങ്കിലും ഞാൻ എഴുതി വെച്ചത് ഒന്ന് ഇവിടെ കൊടുക്കാം. അപ്പോൾ ഹിൻബ്രെയിൻസിനെ നമുക്ക് 3 പാർട്സായി ഡിവൈഡ് ചെയ്യാം. മെഡുല്ല ഒബ്ലോങ്കേറ്റ, പോൺസ്, സെറിബെല്ലം, അങ്ങനെ. അപ്പോൾ ആദ്യം മെഡുല്ല ഒബ്ലോങ്കേറ്റയെ പറ്റി പറയാം. ആദ്യത്തെ പോയിൻ്റ്, കണക്ട്സ് ഹയർ പാർട്സ് ഓഫ് ബ്രെയിൻ വിത്ത് സ്പൈനൽ കോഡ്. മെഡുല്ലയാണ് സ്പൈനൽ കോഡുമായിട്ട് ബ്രെയിനിൻ്റെ ഹയർ പാർട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. ലൈഫ് ഗിവിങ് ഇൻവോളണ്ടറി, അതായത് റെസ്പിറേഷൻ, ഹാർട്ട് റേറ്റ്, ബ്ലഡ് പ്രഷർ, അങ്ങനെയൊക്കെയുള്ള ലൈഫ് ഗിവിങ് ഇൻവോളണ്ടറി അല്ലെങ്കിൽ ഓട്ടോണോമിക് ആക്ടിവിറ്റീസൊക്കെ മെഡുല്ല ഒബ്ലോങ്കേറ്റയുടെ അണ്ടറിൽ വരുന്ന കാര്യമാണ്. പിന്നെ റിഫ്ലെക്സ് ആക്ഷൻസ് ലൈക്ക് സ്നീസിങ്, കഫിങ് ഒക്കെ മെഡുല്ല ആണ് ചെയ്യുന്നത്. പിന്നെ ഈ ഭാഗത്തിന്, ഈ ഒബ്ലോങ്കേറ്റയ്ക്ക് എന്തെങ്കിലും ഡിസ്ട്രക്ഷൻ വന്നാൽ ഇൻസ്റ്റൻറ്റ് ഡെത്താണ്. സോ നെക്സ്റ്റ് വരുന്ന പാർട്ട് പോൺസ്. അത് ലൊക്കേറ്റഡ് അബവ് മെഡുല്ല, മെഡുല്ലയുടെ മുകളിലായിട്ടാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. കണ്ടെയ്ൻ different types of sensory and motor neuron, receive sensory information from some part of face and head, sensation of touch, pain and temperature, motor activities related to facial expression, muscular activities, eyeballs and jaw movement. Pinne, it also acts as connection center between higher and lower part of brain. ഈ പാർട്ടാണ് നമ്മുടെ സെൻസേഷൻസ് മനസ്സിലാക്കുന്നത്, ലൈക്ക് ടച്ച്, പെയിൻ, ടെമ്പറേച്ചർ ഒക്കെ. പിന്നെ സം മോട്ടർ ആക്ടിവിറ്റീസ് ലൈക്ക് ഫേഷ്യൽ എക്സ്പ്രഷൻസ്, മസ്കുലർ ആക്ടിവിറ്റീസ്, ഐബോൾസ് ആൻഡ് ജോ മൊമെൻറ്റ്സ് ഒക്കെ. പിന്നെ സെറിബെല്ലം, located at the back of hindbrain, complex structure. Outer structure is composed of gray matter, inner structure is made up of white matter. In appearance, it resembles cerebral cortex. പിന്നെ ഇതിൻ്റെ ഫങ്ഷൻ കോർഡിനേറ്റ് മോട്ടോർ ആക്ടിവിറ്റീസ്. പിന്നെ സെറിബെല്ലത്തിന് എന്തെങ്കിലും ഡിസ്ട്രക്ഷൻസ് വരുവാണെങ്കിൽ ഇറ്റ് ലീഡ്സ്
ടു ലാക്ക് ഓഫ് കോർഡിനേഷൻ. മെയിൻലി ബാലൻസ് ഇല്ലാതാവും. അതാണ് സെറിബെല്ലത്തിന് എന്തെങ്കിലും പറ്റിയാൽ ഉണ്ടാവുന്നത്. അതായത് ഒരു ആൽക്കഹോളിക് ആയിട്ടുള്ള വ്യക്തി നടക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. കാരണം അവരുടെ നടത്തത്തിന് ഒരു ബാലൻസ് ഉണ്ടാവില്ല. ഡിസോർഗനൈസ്ഡ് ആയിട്ടായിരിക്കും കാലൊക്കെ വെക്കുന്നതും ഒക്കെ. അങ്ങനെ സെറിബെല്ലത്തിന് എന്തെങ്കിലും ഡിസ്ട്രക്ഷൻസ് പറ്റുവാണെങ്കിൽ മെയിൻലി ബാധിക്കുന്നത് ഈ കോർഡിനേഷൻ ആൻഡ് ബാലൻസ് ആണ്. അപ്പോൾ സെക്കൻഡ് യൂണിറ്റിൽ ബ്രെയിനാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ ഹൈൻഡ് ബ്രെയിനിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അതിലിനി മിഡ് ബ്രെയിൻ ഉണ്ട്, ഫോർ ബ്രെയിൻ ഉണ്ട്, പിന്നെ പെരിഫറൽ സിസ്റ്റം എന്ന് പറഞ്ഞ ഒരു വലിയ ടോപ്പിക്ക് ഉണ്ട്, പിന്നെ റോൾ ഓഫ് എൻഡോക്രൈൻ ഗ്ലാൻഡ്. ഇത്രയുമായ ഈ യൂണിറ്റ് കംപ്ലീറ്റ് ആവും. എനിക്ക് തോന്നുന്നു നെക്സ്റ്റ് പാർട്ടായിട്ട് ഇത് ചെയ്യാം. ഇത് ഇപ്പോൾ തന്നെ വലിയൊരു വീഡിയോ ആയിട്ടുണ്ട്. സോ see you in next video. Until then, bye.